നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തെയും നിയമ സംവിധാനങ്ങളെയും സമീപിച്ച് സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാൻ പദ്ധതി. വെള്ളം കിട്ടാൻ അവസാനത്തെ അടവും പുറത്തെടുക്കുകയാണ് പാകിസ്ഥാൻ. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ ചേർന്ന് ഇന്ത്യക്കെതിരെ പുതിയ നയതന്ത്ര നീക്കങ്ങൾ ആവിഷ്കരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്തിടെയുണ്ടായ പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചത്. ഇന്ത്യയുടെ ഈ തീരുമാനത്തെ തുടർന്ന് തങ്ങളുടെ ജലവിഹിതം തടയുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നും ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പുറമെയാണ് വിഷയത്തിൽ ആഗോള പിന്തുണ ഉറപ്പാക്കുന്നതിനായി ഗ്ലോബൽ വാട്ടർ ഡിപ്ലോമസി സ്ട്രാറ്റജി എന്ന പേരിൽ ഒരു പുതിയ അന്താരാഷ്ട്ര ക്യാമ്പയിൻ പാകിസ്ഥാൻ രൂപം നൽകുന്നത്. ലോകബാങ്ക്, ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിയമ പോരാട്ടം നടത്താനാണ് ഇസ്ലാമാബാദിന്റെ നിലവിലെ നീക്കം. ഇന്ത്യ തങ്ങൾക്കെതിരെ ജലഭീകരവാദം ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് വിദേശ രാജ്യങ്ങളോട് പിന്തുണ തേടാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ പാകിസ്ഥാൻ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കുന്ന വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ. 1960-ൽ ഒപ്പുവെച്ച ചരിത്രപരമായ ഈ ഉഭയകക്ഷി കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാനാകില്ലെന്ന്, ഇത് അന്താരാഷ്ട്ര നിയമനങ്ങളുടെ ലംഘനമാണെന്നുമാണ് പാകിസ്ഥാന്റെ പ്രധാന വാദം. എന്നിരുന്നാലും ഭീകരവാദവും സമാധാനപരമായ ഉഭയകക്ഷി കരാറുകളും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന ഇന്ത്യയുടെ നിലപാടിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. കടുത്ത ആഭ്യന്തര ജലക്ഷാമം മുന്നിൽ കണ്ട് അന്താരാഷ്ട്ര സഹതാപം പിടിച്ചുപറ്റി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാൻ നടത്തുക ഈ പുതിയ നയതന്ത്ര കടന്നാക്രമണം ഏത് രീതിയിലാകും പ്രതിഫലിപ്പിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം സിന്ധു നദിയിലെ അതിന്റെ പോഷക നദിയിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19-ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സജ്ജൽ എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഏകദേശം 99 ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ് എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം 30% ഇന്ത്യക്കും ബാക്കി 70% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ചയാണ് ഈ കരാർ വഴി ഇന്ത്യ നൽകിയിരുന്നത്. കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം, ഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട്. സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947-48 ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്കവിഷയമായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.